ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. വൗ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ. ഇന്ന് ഒരു ഭയങ്കര സ്പെഷ്യൽ ഡേ. കാരണം എൻ്റെ അറിവിലും എൻ്റെ ഇത്രയും നാളുള്ള ഫോൺ ജേണിയിലും എന്താ പറയുക, ഇത്രയും പൊട്ടൻഷ്യലുള്ള ഇത്രയും കിടിലം ഒരു ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദിസ് ഈസ് ദി വിവോ X300 അൾട്ര ആൻഡ് എൻ്റെ റിവ്യൂ. ഗൈസ്, അതിൻ്റെ അൺബോക്സിങ് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഞാൻ ഒന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇടട്ടെ. എനിക്ക് ഇത്രേ പറയാവുള്ളൂ ഈ ഫോണിനെ കുറിച്ച്. ഈ വർഷം ഒരുപാട് ട്രൂലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് റിവ്യൂ ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അതായത് ട്രൂലി ഫ്ലാഗ്ഷിപ്പായിട്ട് തോന്നിയ വളരെ ചുരുക്കം ഫോണുകളിലൊന്നാണ് വിവോ X300 അൾട്ര. എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഡിസൈൻ ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ്ലി നൈസ്. ഔട്ട്സ്റ്റാൻഡിംഗ്ലി നൈസ് ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്ത് IP6869 പ്രൊട്ടക്ഷൻ ഉണ്ട്, 230 ഗ്രാംസ് അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. പക്ഷേ നല്ലോണം വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്കിപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കിയാലും നടുക്കിരിക്കും. ഇത്രയും 4 ക്യാമറ സെൻസർ ഇവിടെ ഉണ്ടെങ്കിലും നടുക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ പിടിക്കുക എളുപ്പമാണ്. അതിനുപരി നാച്ചുറലി നമ്മുടെ ഫിംഗർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ശീലമാവും. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ശീലമായി നമ്മൾ യൂസ്ഡ് ടു ആവും. എനിക്ക് 100% ഉറപ്പാണ്. അതൊരു കിടിലം ഫാക്ടറാണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. അലുമിനിയം ഗ്ലാസ് സാൻഡ്വിച്ച് കൺസ്ട്രക്ഷനാണ്. അതിനകത്ത് ആർമർ ഗ്ലാസ് വരുന്നുണ്ട്, നല്ല ടൈറ്റൻഡ് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്. ഭയങ്കര രസമാണ് ഈ ഫോൺ പിടിക്കാൻ ഉപയോഗിക്കാനൊക്കെ. ഭയങ്കര രസം. ഭയങ്കര ജൈഗാൻറ്റിക് ഫോണാണ്. 6.82 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളു. വലിയൊരു ഫോണാണ്. പക്ഷേ നിങ്ങൾ അത് ഫീൽ ചെയ്യൂല. ഒരു 3 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി ഓർഗാനിക്കലി നമ്മുടെ കയ്യിലൊക്കെ മെഴുകണ ഒരു രീതിയിൽ. ഗൈസ്, ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വിവോയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടൊന്നും അല്ല ഈ റിവ്യൂ ഇടുന്നത്. ഞാൻ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചിട്ടല്ല ഇവിടെ വന്നിരുന്ന് വായ്ത്താളം വിടുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ പ്യുവറായിട്ട് ഡിസ്ക്രിപ്ഷനിലോ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയും, ഗൈസ് ഇതൊരു പെയ്ഡ് കൊളാബ് ആണ് എന്ന് ഞാൻ പറയും. അതിനകത്ത് എനിക്കൊരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. ഞാൻ പറയും, അങ്ങനെ ഇന്നേ വരെ ഈ ചാനലിൽ ചെയ്തിട്ടുമില്ല. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് വരാം. ഗൈസ്, എന്താ പറയുക എൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച്? ഇവരെന്തൊക്കെയോ മാർക്കറ്റിംഗ് ഗിമിക് പേരൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസ്റ്റർ കളർ ഡിസ്പ്ലേ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ടോപ്പ് നോച്ച്, ടോപ്പ് ഡിസ്പ്ലേ 144 ഹേർട്സ്, എത്ര HBM ബ്രൈറ്റ്നസ് ആണെന്നൊന്നും ഞാൻ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയി ഇവിടെ പറയുന്നത് അറിയത്തില്ല. പക്ഷേ പ്ലെൻറ്റി ബ്രൈറ്റ്, നട്ടുച്ചയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും കൂടുതൽ ബ്രൈറ്റ്നസ് വേണമെന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. കളർ ആക്യുറസി എന്നൊക്കെ പറഞ്ഞാൽ സിനിമ HDR വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് സൂപ്പർ. ഒരു കാര്യം എനിക്ക് എൻ്റെ അൺബോക്സിങ്ങിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതിൻ്റെ ഹാപ്റ്റിക്സിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ് ആൻഡ്രോയിഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ശരിക്കും ഇതാ S26 അൾട്രനെ കാട്ടിയും iPhone 17 Pro Maxനെ കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ എനിക്കിതാ ഇഷ്ടപ്പെട്ടു. സത്യം പറയാമല്ലോ, സ്പീക്കേഴ്സ് എനിക്ക് തോന്നുന്നു 17 Pro Maxനെ കാട്ടി ഇച്ചിരി കൂടെ ലൗഡാണ്. എസ്പെഷ്യലി അപ്വേർഡ്സ് ഫയറിങ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ക്ലാരിറ്റി. നമ്മൾ പകുതി ഓഡിയോയിലിട്ട് സൗണ്ട് ഇട്ടിട്ട് തന്നെ ഗെയിം കളിക്കുവാണേലോ വീഡിയോ കാണുവാണേലും നമുക്കൊരു ഇമേഴ്സീവ് ഫീൽ കിട്ടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ഹാപ്റ്റിക്സ് iPhone 17 Pro Max ലെവലിൽ എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ രണ്ടും എനിക്ക് അത്രയും കിടിലുമായിട്ട് തന്നെ പറയാനുള്ളൂ. സാംസങ്ങിനെ കാട്ടിയും പിക്സലിനെയൊക്കെ കാട്ടിയും വേ ബെറ്ററാണ്. ദി ബെസ്റ്റ് ഹാപ്റ്റിക്സും ദി ബെസ്റ്റ് ഡിസ്പ്ലേയും ദി ബെസ്റ്റ് വൈബ്രേഷൻ മോട്ടറും ഈ സൗണ്ടും ഒക്കെയുള്ള ഒരു അൾട്രാ ഡിവൈസ് ആണിത്. അതിന് ഒരു തർക്കവും ഇല്ല. ആ അൾട്രാ ഡിവൈസിന് അൾട്രാ ഒരു പേരും കൂടെ ന്യായീകരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ്. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 പ്രോസസ്സർ, UFS 4.x അല്ല 4.1. 4.x നമ്മൾ കൊടുത്തേക്കുന്ന 4. എന്ന് കൊടുക്കാൻ മാർക്കറ്റ് ചെയ്യാൻ നാണം ഉണ്ടാകേണ്ട സാംസങ്ങിന് കൊടുത്തേക്കുന്നത്. അതൊന്നുമില്ല. ഇവിടെ 4.1 തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യത്തിനകത്തൊന്നും അവർ പ്രൈസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രൂലി ഇൻഡസ്ട്രി ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാം കൊടുത്ത്. ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം സൂപ്പറായിട്ടോ, എനിക്കത് പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ ആദ്യത്തെ സ്കെപ്റ്റിസിസം അതായിരുന്നു. ചാർജ് ചെയ്യുമ്പോഴും ചൂടാവും, പക്ഷെ പഴുക്കുന്ന രീതിയിലൊന്നുമില്ല. നമ്മൾ 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 40 വാട്ട് വയർലെസ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ്സും റിവേഴ്സ് വയർഡ് ചാർജിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല കൂളിംഗ് ചേമ്പർ. കറക്റ്റ് നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പം ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു വാംത്ത് ഉണ്ടെങ്കിലും കൂളിംഗ് ചേമ്പർ അത്യാവശ്യം നല്ല കേട്ടോ. ക്യാമറ ഇത്രയും 4 ക്യാമറ ഉപയോഗിക്കണം, 4 സെൻസേഴ്സ് ഒരേ ടൈം വർക്ക് ചെയ്യണം. അതൊക്കെ ഒരു പവർഫുൾ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടെങ്കിലേ നടക്കൂ. അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചൂടാവത്തില്ല എന്നൊന്നും അല്ല പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ചൂടിലും എനിക്ക് മാനേജബിൾ ഹീറ്റാണ്.
പിന്നെ ഇവർ ഇൻബോക്സ് തന്നേക്കുന്ന എന്താ പറയണ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയണതാണ് സത്യം. പെർഫോമൻസിൻ്റെ ആസ്പെക്റ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട, പറന്നോളും ഫോൺ. സോഫ്റ്റ്വെയർ നല്ലോണം ഓപ്റ്റിമൈസ്ഡ് ആണ്. ഇപ്പോൾ ഒരു ഡെയിലി ഡേ ടു ഡേ ടാസ്കിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യാം, ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാം. എന്ത് സാധനമാണല്ലോ ഇവന് കൊടുത്താൽ ഇത് ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്ക് 110% ഉറപ്പാണ്. സൂപ്പർബ് പെർഫോമൻസ്, സൂപ്പർബ്. അതിനെക്കുറിച്ച് ഉപരി എനിക്കൊന്നും പറയില്ല. സാംസങ്ങിൻ്റെയും ആൻഡ്രോയിഡുകളിൽ ബെസ്റ്റ് വേണം, ഐഫോണുകളിലൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ട്രൂലി അൾട്രാ പെർഫോമൻസ് തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ന്യായമായ കാര്യം. അടുത്തത് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പം എനിക്ക് പെർഫോമൻസ് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയണം. ചില സ്ഥലങ്ങളിൽ 6400 ചില സ്ഥലങ്ങളിൽ 6600 mAh ബാറ്ററിയാണ്. പക്ഷേ അത് നമുക്ക് അവിടെ ഇൻ്റർനാഷണൽ വേരിയൻറ്റും നാഷണൽ വേരിയൻറ്റും ചിലവർ വിവോ വെളിയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് പറയാനുള്ള ബാറ്ററി ഇസ് വെരി ഗുഡ്. വെരി ഗുഡ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ പ്രോസസ്സർ ഭയങ്കര ചെറുതാണ്, നല്ല ടൈറ്റ്ലി നല്ല ചെറിയ 3 nm പ്രോസസ്സറും അതിൻ്റെ ഫാബ്രിക്കേഷനൊക്കെ വരുന്നുണ്ട് തന്നെ അത്യാവശ്യം പവർ എഫിഷ്യൻ്റാണ്. നിങ്ങൾ ഭയങ്കര പുഷൊന്നും ചെയ്യാതെ ഉപയോഗിക്കുക, 1 day അല്ല 1.5 day നിങ്ങൾക്ക് കിട്ടും. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ ഒരു വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതിനകത്ത് അതിൻ്റെതായ ഡ്രെയിൻ ഉണ്ടാവും, പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ നോർമൽ ആവറേജ് മനുഷ്യനൊക്കെ 1.5 ദിവസം കിട്ടും. അത്യാവശ്യം ഹെവി യൂസറാണ്, പവർ യൂസറാണേലും എബോവ് ആവറേജ് ബാറ്ററി ലൈഫ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് വാഗ്ദാനം തരാൻ പറ്റും. നിങ്ങൾക്ക് അതൊന്നും പോരെങ്കിൽ 2 മിനിറ്റ് 100 വാട്ട് ചാർജർ ഇട്ട് കുത്തിയിട്ടാൽ പഡേ നിങ്ങൾക്ക് കയറിക്കോളും. അതിനൊന്നും ഒരു തർക്കമില്ല. വേണേൽ തിരിച്ച് വയർലെസ് പവർ ഷെയർ ചെയ്യാം, ഇങ്ങോട്ട് മേടിക്കാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്രൂലി ഒരു അൾട്രാ ക്യാരക്ടർ എന്ന് തന്നെ എനിക്ക് പറയാവുള്ളൂ. പിന്നെയും നമുക്കിതിൻ്റെ മെയിൻ സ്തംഭങ്ങളിലേക്ക് പോകാം. സി ഗൈസ്, ഇത്രയും നേരം ഞാൻ അഡ്രസ്സ് ചെയ്തത് എല്ലാവർക്കും അറിയാം, എല്ലാവരും എൻ്റെ വായിൽ നിന്ന് ക്യാമറയിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഞാൻ അഡ്രസ്സ് ചെയ്ത് ബോഡി, ഡിസൈൻ, ഡിസ്പ്ലേ, ബാറ്ററി ലൈഫ്, പെർഫോമൻസ്, സ്പീക്കർ, ഹാപ്റ്റിക്സ് യൂണിറ്റ്, അതൊക്കെ എത്ര നേരം പറഞ്ഞു. പക്ഷേ ക്യാമറ എൻ്റെ പൊന്നു, ഞാൻ ഒരുപാട് സ്മാർട്ട് ഫോൺസ്, അൾട്രാ സ്മാർട്ട് ഫോൺസ് ക്യാമറ ഉപയോഗിക്കുന്ന ഒരാളാണ്. 17 അൾട്രാ, വിവോ, ഒപ്പോയുടെ ബെസ്റ്റ് ഓഫറിംഗ് ഒക്കെ ഉപയോഗിച്ചു. പക്ഷേ ഇത്രയും കിടിലം ക്യാമറ ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഫോർ ഫോട്ടോസ്. iPhone 17 Pro അല്ല, ഏതൊക്കെ കൊണ്ടുവന്നാലും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ വിവോ X300 അൾട്ര, അത് ഈ ഇരിക്കുന്ന സാധനം ഇച്ചിരി ഡെഡ്ലി ആണ് ഗൈസ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആണ്. നിങ്ങൾക്ക് അതിനൊക്കെ പോകാം. ഒരു ദിവസം ക്യാമറ ഇല്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ഔട്ട്പുട്ട് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരിക്കലും DSLRനെയും മിറർലെസ്സിനെയും ഞാൻ എന്താ പറയണേ അതിനെക്കാട്ടിയും കൊള്ളാമെന്നോ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ടിനെക്കാട്ടിയും കൊള്ളാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ക്യാമറ 200, 50, 5 MP എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം വാട്ട് ദ ഹെൽ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് കേപ്പബിൾ ക്യാമറ സിസ്റ്റം, അത്രയ്ക്ക് കേപ്പബിൾ. ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് ഇതിനകത്ത് റിലയബിൾ ആണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് പടം എടുക്കാൻ അറിയാവുന്നവന് പറ്റും, സുഖമായിട്ട് പറ്റും. ആൻഡ് വിവോ സൈസ് ട്യൂണിങ് ഇസ് സോ പെർഫെക്റ്റ്. ട്യൂണിങ്ങിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഗൈസ്, കളർ കാലിബ്രേഷൻ സൂപ്പർബ്, HDR സൂപ്പർബ്, കോൺട്രാസ്റ്റ് റേഷ്യോ, ടോണൽ കോൺട്രാസ്റ്റ്, ഇതൊക്കെ ഞാൻ ചാർട്ട് ഇട്ട് നോക്കി. എനിക്ക് ഓൾമോസ്റ്റ് പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരെല്ലാം തരുന്നത്. സ്റ്റാൻഡേർഡ് കളേഴ്സ് അടിച്ച് എറിപ്പിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറുതായിട്ട്, പക്ഷേ 90% ഓഫ് ദ ടൈം ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എത്ര സൂം ഇൻ ചെയ്താലും ഇത്രയും അടിപൊളി മാക്രോ ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇത്രയും അടിപൊളി പോർട്രേറ്റ് ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഗൈസ്, ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ വരുന്നുണ്ട്, അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ഞാൻ ഇച്ചിരി കൂടെ പറഞ്ഞുതരാം. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ഫോട്ടോഗ്രാഫിക്ക് ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഫോൺ ഓഫ് ദി ഇയർ ഞാനിത് കൊടുക്കാൻ പോവുക. എനിക്ക് ഇതിനൊരു നാണമില്ല, ഞാൻ അന്തസ്സായിട്ട് കൊടുക്കും. വീഡിയോഗ്രാഫിക്ക് എനിക്ക് ഇത്ര പറഞ്ഞ ആൾ iPhone 17 Pro Maxന് തൊട്ട് താഴെ, അതിന് തൊട്ട് താഴെ സാംസങ് അല്ല, പിക്സൽ അല്ല, വാവേ അല്ല, ശരിക്കും ഒപ്പോ അല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ വീഡിയോസ് ആർ സോ കേപ്പബിൾ, ഭയങ്കര കേപ്പബിളാണ്. പരമേഷ് പി ബ്രോ, നമുക്കൊരു ബിറോൾ സാധനമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബിറോളിന് വേണ്ടി. പുള്ളിക്കാരൻ ഇച്ചിരി കുക്ക് ചെയ്യട്ടെ, മീൻകറി വന്നതിലൊക്കെ വെച്ചൊരു ബിറോൾ ഉണ്ടെങ്കിൽ ബ്രോ താഴെ ഒന്ന് പിൻ ചെയ്യണേ നമ്മുടെ കമൻസിലുമല്ലോ. സോ അത് പറഞ്ഞുകൊണ്ട് വേറെ എന്താ ക്യാമറാസിനെ കുറിച്ച് പറയാൻ, ഭയങ്കര ലൈവ്ലി ഓണസ്റ്റ് ട്രൂ ടു ലൈഫ് കളേഴ്സ് അതിനകത്ത് കൊടുക്കുന്നത്. ഡീറ്റെയിൽ എനിക്ക് വാദവരാതെ ഞാൻ പറയാൻ പറ്റും എൻ്റെ ക്യാമറാസിനെ കുറിച്ച്. അതിനുപരി എല്ലാം ഇതെന്തോ ഈ ഹിഞ്ച് കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, ഇത്ര ഒരു ലിറ്ററലി ക്യാമറ ചാടി നിൽക്കുന്നതിൻ്റെ കണക്കുണ്ട് ഇവിടെ. ഒരു ഫോക്കൽ ലെങ്തും സൂം ലെങ്തും ഒക്കെ മാറ്റാം. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഒരു 2-3 കൊല്ലം മുന്നേ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ് അത് മറന്നു തരാം. നിങ്ങൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയ്ക്ക് പകരം വിവോ X300 അൾട്ര എടുക്കും. വീഡിയോസിനാണേലും ഫോട്ടോസിനാണേലും ഒരു ഹൈബ്രിഡ്
ക്യാമറയുടെ അകത്തൊരു ഫോൺ കുത്തിക്കയറ്റി വെച്ച് എങ്ങനെയുണ്ട് അതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ക്യാമറാസ് ഹാൻഡ്സ് ഡൗൺ വിവോ എന്നടാ പണി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര കിടിലൻ ക്യാമറ. ഈ ക്യാമറ നിങ്ങൾക്ക് ഇൻ റിയൽ ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ട്രാൻഡ്രത്തുള്ളവർ നേരെ ABC മൊബൈൽസ് പട്ടത്തേക്ക് കിട്ടോ, അവിടെ ഈ സാധനം ഉണ്ട്. അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി 1-2 പീസ് എന്തോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ തരും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാൻ പറയുന്നത് എന്തോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാനൊരു മാജിക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങൾ ഫ്രെയിമിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇവരുടെ കോമ്പ്യൂട്ടേഷനും ഇവരുടെ ഗ്രീഡിങ്ങും കളർ സയൻസും എല്ലാം ബാക്ക്ഡപ്പ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓവറോൾ ഈ പ്രൈസിന് ഞാൻ ഇത് ജസ്റ്റിഫൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഗൈസ്, നിങ്ങൾക്ക് എണ്ണാത്രയും പൈസ വലിയൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുക്കുന്ന ഫോൺ വേണമെങ്കിൽ പൈസ നിങ്ങൾക്ക് വിഷയമല്ല. യു വോണ്ട് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, നല്ലൊരു ക്യാമറ ഫോൺ, നല്ലൊരു വീഡിയോ ഫോൺ, അതിനകത്ത് ഒരു സാക്രിഫൈസും പാടില്ല എങ്കിൽ ഇത് ധൈര്യമായിട്ട് ഇതെടുക്കാം. ഗൈസ്, വിവോയുടെ സോഫ്റ്റ്വെയർ ഇസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. അവരുടെ സോഫ്റ്റ്വെയർ ഞാൻ എന്താ പറയണ, ഉപയോഗിച്ച് ഇവരുടെ ഒറിജിനോയ്സ് ഭയങ്കര യൂസ് ടു 6 years. ഒറിജിനോയ്സ് 6 കാരണം എനിക്ക് തോന്നി ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ടില്ലാത്തതുകൊണ്ട്, ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഒഫീഷ്യൽ ലോഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് എത്ര ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് അവർ തരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഓൺലൈനിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു 5 to 6 അല്ലെങ്കിൽ 4 years ഒക്കെ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ ബാക്ക്ഡപ്പ് ആണ്. സോ ഞാൻ ഈ ശരിക്കും ക്യാമറ ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേസ് ഉണ്ട്. നിങ്ങളിപ്പം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ, നിങ്ങൾ വേറെ ഒന്നുമല്ല, അതിന് വേണ്ടി ഒരു ഫോൺ എടുക്കണം. ക്യാമറ എടുക്കാനും ലെൻസ് മാറ്റാനും ചെയ്യണമെങ്കിൽ ലെൻസ്, നിങ്ങളൊരു പ്രൊഫഷണൽ അല്ല, ബട്ട് യു എൻജോയ് ദ പാഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. ദർ ഇസ് നോ ബെറ്റർ ഫോൺ റൈറ്റ് നോ ഇൻ ദ മാർക്കറ്റ് ഇതിനെ കാട്ടി. ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ മെയിനെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിരിക്കും. അത്ര എനിക്ക് പറയുള്ളൂ. പിന്നെ നിങ്ങളൊരു ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണ്, വീഡിയോസൊക്കെ എടുക്കണം, ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. പക്ഷെ ഒരു ക്യാമറയൊക്കെ കൊണ്ടുവന്ന ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഐഫോൺ വേണോ ഇത് വേണോ എന്ന് ചാഞ്ഞൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതും കൺസിഡർ ചെയ്യൂ പ്ലീസ്. ഐഫോണിനെ കാട്ടി ബെറ്റർ വീഡിയോസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ വീഡിയോസ് ആർ വെരി കേപ്പബിൾ. നിങ്ങൾക്ക് ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം, ലോഗിൽ 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ബിട്രേറ്റും ഹൈ ഫയൽസ് ആയിരിക്കും വർക്ക് ചെയ്യാനൊക്കെ, പക്ഷേ കേപ്പബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ അല്ല ഇവിടെ ക്യാമറാസിനകത്ത്. പിന്നെ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ വാങ്ങിക്കാൻ നിൽക്കുക, മറന്നുതരാം. പോയിന്റ് ആൻഡ് ഷൂട്ട് നിങ്ങൾ വാങ്ങിക്കണ്ട, ഒരു പോയിന്റ് ആൻഡ് ഷൂട്ടും വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇതിനകത്ത് സെൻസർ ഏറെക്കുറെ മിക്ക പോയിന്റ് ആൻഡ് ഷൂട്ടിൻ്റെ അത്ര വലിയൊരു സെൻസർ അതിനകത്ത് ഇരിക്കുന്നത്, കളറും പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാ ബെനിഫിറ്റ്സ് ഓഫ് എ ഫ്ലാഗ്ഷിപ്പ് ഫോണും ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ന്യായം. ഗൈസ്, ഒരു ട്രാവൽ കമ്പാനിയൻ, ട്രാവൽ ബഡി ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ആൻഡ്രോയിഡിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ ദിസ് ഈസ് ദ വൺ യു ഷുഡ് ബൈ. എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് ബഡ്ജറ്റാണ്. ഞാൻ നെക്സ്റ്റ് വീക്ക് ഒരു ട്രിപ്പ് പോകാൻ പോവുക, ഇഷ്ടമുള്ള ഫോൺ എടുക്കാൻ പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേ എടുക്കൂ. പക്ഷേ ഐ എം മോർ ഓഫ് എ ക്യാമറ ഗൈ. എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ക്യാമറ കൊണ്ടുപോകുന്ന ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോണിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാവരും അത് കണക്കല്ല. ക്യാമറയാണ് നിങ്ങളുടെ പ്രൈം ഫോക്കസ് എങ്കിൽ X300 Ultra ആയിരിക്കണം നിങ്ങളുടെ പൈസ നിങ്ങൾ എവിടെ ചിലവാക്കേണ്ടത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. സോ ഗായ്സ്, എനിക്ക് എത്ര പറയുള്ളൂ, 1,80,000 രൂപ അല്ലെങ്കിൽ 2,20,000 വിത്ത് ഫുൾ ഫോട്ടോഗ്രാഫി കിറ്റ് നിങ്ങൾ മേടിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ഷുഡ് ബൈ എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ്, ഇത്രയും ബാലൻസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയറും പ്രോസസ്സിങ്ങും ഇത്രയും കിടിലം കേപ്പബിൾ ഒപ്റ്റിക്സും ഉള്ളൊരു ഫോൺ ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഐ സെഡ് വാട്ട് ഐ സെഡ്. ബാക്കി എല്ലാം ഈ ഫോണിനകത്ത് ശരിക്കും വളരെ ഒരു സാക്രിഫൈസും ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് നിങ്ങളൊരു പ്രീമിയം പ്രൈസാണ് കൊടുക്കുന്നത്, പക്ഷെ അതിന് വേണ്ടതെല്ലാം തരുന്നുണ്ടോ എന്ന് വെച്ചാൽ തരുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ശ്രീ ഹിയർ, ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ക്യാമറ. അതുകൊണ്ടാണ് ഞാൻ വാദോരാതെ സംസാരിക്കുന്നത്. ടോക്ക് ടു ഗൈസ് ലേറ്റർ, ലവ് യു. ഇൻ ഡെപ്ത് ക്യാമറ റിവ്യൂ വരുന്നുണ്ട്. ABC മൊബൈൽസിൽ പോയി വിളിക്കുക, അൺബോക്സിങ് കണ്ടില്ലേ അത് പോയി കാണുക.